ഒരു ഫുൾ ഡേ എങ്ങനെ നമുക്ക് എനർജറ്റിക് ആയിരിക്കാം എന്നുള്ളതിന് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യട്ടെ. നമ്മളിപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ രാവിലെ എണീറ്റ ഉടനെ നമുക്ക് പുതിയൊരു ദിവസം കൂടി തന്നതിന് അല്ലെങ്കിൽ നമുക്ക് ലൈഫ് നല്ലതാവുന്നതിന് നമുക്ക് ദൈവത്തിനോടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളെ സങ്കടങ്ങളിലൊക്കെ ചേർത്ത് പിടിച്ചവരോട് മനസ്സിലെങ്കിലും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്, നന്ദി പറയുക എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു രാവിലെ ഒരു 10 മിനിറ്റെങ്കിലും മോർണിംഗ് വാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ എക്സസൈസ് ശീലമാക്കുക. ഇനി നിങ്ങൾക്ക് ചില ദിവസങ്ങൾ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ വളരെ ഡൗൺ ആയതായിട്ട് തോന്നാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു മ്യൂസിക് കേൾക്കുക. അപ്പോൾ ചില മ്യൂസിക് കേൾക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ശോകഗാനമാണെന്ന് വിചാരിച്ചിട്ട് രാവിലെ അങ്ങനത്തെ സാഡ് സോങ് ഒന്നും കേൾക്കരുത്. അത് നമ്മുടെ അന്നത്തെ ദിവസം ഫുൾ പിന്നെ ആ ഒരു മൂഡായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല എനർജി തരുന്ന നല്ല പാട്ടുകൾ കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് സാഡ് സോങ് ആണെങ്കിൽ അത് കേൾക്കാം, നിങ്ങൾ ഉറങ്ങാൻ സമയത്ത് കേൾക്കാം എന്നുള്ളതാണ്. ഇനി മോർണിംഗ് എക്സസൈസ് ശീലമാക്കുക, അല്ലെങ്കിൽ ഓവർ ഈറ്റിംഗ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കുക. നമ്മൾ ജീവിക്കുന്നതിൻ്റെ ലക്ഷ്യം ഭക്ഷണം കഴിക്കുക അല്ല എന്നുള്ളത് എപ്പോഴും ഓർക്കുക. അതുപോലെ തന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഡെയിലി പ്ലാൻ എഴുതി വെച്ച് തന്നെ ചെയ്യുക. അതിൽ ഏറ്റവും എനർജറ്റിക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഏതാണ് എന്നുള്ളത് അല്ലെങ്കിൽ അത് ചാർട്ട് ചെയ്തിട്ട് അത് ആദ്യം അങ്ങനെയുള്ള ജോലികൾ പെൻഡിങ് ഇടാതെ തീർക്കുക. അല്ലെങ്കിൽ നമുക്ക് വളരെ എമർജൻസി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യുക. ദിവസവും ധാരാളം വെള്ളം കുടിക്കുക. എല്ലായ്പ്പോഴും ഫുൾ ടൈം ആവശ്യമില്ലാതെ പകലൊക്കെ കിടന്ന് ഉറങ്ങാതെ നമ്മളെ ഫുൾ ടൈം എൻഗേജ്ഡ് ആക്കുക എന്നുള്ളതാണ്. എപ്പോഴും ബിസി ആയിരിക്കുകയാണ് നമുക്ക് നല്ല എനർജറ്റിക് ആയിരിക്കുന്നതിനുള്ള ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത്. ഇനി ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് മൊബൈൽ ഫോണൊക്കെ മാറ്റി വയ്ക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു ഡീപ്പ് സ്ലീപ്പ് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി സ്ലീപ്പ് കിട്ടും എന്നുള്ളതാണ്. ഇനി ടൈം മാനേജ് ചെയ്ത് എൻ്റെ ജോലികൾ കംപ്ലീറ്റ് ചെയ്യുക. എത്ര മണിക്കുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളൊരു പ്ലാൻ എഴുതി വെച്ച് തന്നെ ചെയ്യുക. ധാരാളം ചിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും, ചിരിക്കാനും ചിരിപ്പിക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് എനർജറ്റിക് ആവുന്നതിനുള്ള മറ്റൊരു വഴി. ഇനി എന്ത് കാര്യങ്ങളായാലും അല്ലെങ്കിൽ എന്ത് ജോലികളായാലും ഇത് ശല്യമാണെന്ന് വിചാരിക്കാതെ നമ്മൾ ആ ജോലികൾ ഇഷ്ടത്തോടെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ചില ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കൊരു ഫുൾ ഡേ നല്ല എനർജറ്റിക് ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് താഴെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വീഡിയോ കാണുക.